नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। हे कृष्ण करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोऽस्तुते। तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्त वृंदा। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും വിനീതമായ പ്രണാമം. ഏകാദശി ആശംസകൾ. ഇന്നത്തെ ദിവസം നമ്മൾ വളരെ എന്താ പറയുക, ഏകാദശി എന്ന് പറഞ്ഞാൽ ഭഗവത് സ്മരണയ്ക്കായിട്ട് നമ്മൾ മാറ്റിവെക്കുന്ന ദിവസമാണ്. വൈഷ്ണവ സമ്പ്രദായത്തിൽ പ്രത്യേകിച്ചും കുടുംബമായി കഴിയുന്നവർക്കെല്ലാം ദിവസം അവരുടെ ഭൗതികമായ കർമ്മങ്ങൾ ഒരുപാടുണ്ടായിരിക്കും. അപ്പോൾ വേണ്ടത്ര സമയം അവർക്ക് ഭഗവത് സ്മരണയിൽ ചെലവാക്കാൻ സാധിക്കില്ല. അപ്പം അതുകൊണ്ട് ഈ ഏകാദശി ദിവസങ്ങൾ നമ്മൾ പൂർണ്ണമായും ഭഗവത് സ്മരണയ്ക്കായിട്ട് മാറ്റിവെക്കും. അപ്പം ഏകാദശി ദിവസങ്ങളിൽ അധികമായി നാമം ജപിക്കുക. പ്രഭുപാദർ പറഞ്ഞിട്ടുണ്ട്, ഏകാദശി ദിവസങ്ങളിൽ, സാധാരണ ദിവസങ്ങളിൽ 16 മാല ജപിക്കുമെങ്കിൽ ഏകാദശി ദിവസങ്ങളിൽ 25 മാല ജപിക്കണം എന്നും, കൂടുതൽ സമയം. അന്ന് ആഹാരമെല്ലാം എത്രയ്ക്കും കുറയ്ക്കാൻ സാധിക്കുമോ അത്രയ്ക്കും കുറച്ചിട്ട് ഭഗവത് സ്മരണയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ചെലവാക്കാൻ വേണ്ടിയാണ് ഈ ഏകാദശി ദിവസങ്ങൾ സജ്ജമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഏകാദശി ദിവസമാണ്. നാമജപം പോലുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്ന് രാവിലെ സൂചിപ്പിച്ചതുപോലെ തിരുവിതാംകൂർ രാജപരമ്പര, പത്മനാഭദാസ എന്നാണ് അവർ അറിയപ്പെട്ടത്. ഇംഗ്ലീഷ് കമ്പനി, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭാരതത്തിനെ ആക്രമിച്ച സമയത്ത് ചില രാജവംശത്തിലുള്ളവര് സ്വാതന്ത്ര്യത്തിനായി യുദ്ധം ചെയ്യാതെ അവർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് സഹകരിച്ചു. ബ്രിട്ടീഷുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി മുഖേന ഭാരതത്തിൽ വന്നപ്പോൾ അവര് ഒരു കണ്ടീഷൻ വെച്ചു: ഞങ്ങളോട് സഹകരിക്കുന്നവരോട് ഞങ്ങൾ യുദ്ധം ചെയ്യത്തില്ല, ഞങ്ങൾക്ക് ടാക്സ് അടച്ചാൽ മാത്രം മതി, അവർക്ക് രാജഭരണം തുടരാം. പക്ഷേ ഞങ്ങളെ എതിർത്താൽ ഞങ്ങൾ തോൽപ്പിച്ച് മുഴുവൻ രാജ്യവും പിടിച്ചെടുക്കും. ഇതായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു കണ്ടീഷൻ. അപ്പോൾ ചില രാജാക്കന്മാർ, ഉദാഹരണത്തിന് പൂരി രാജ, പിന്നെ ജയ്പൂർ രാജാക്കന്മാർ, പിന്നെ കേരളത്തിൽ തിരുവിതാംകൂർ, കൊച്ചി സാമുദ്രികൾ രാജാക്കന്മാർ, മൈസൂർ വൊഡയാർ രാജപരമ്പര, ഇങ്ങനെ ചില രാജവംശത്തിലുള്ളവർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ എതിർത്തില്ല. അവർ ബ്രിട്ടീഷുകാരോട് സഹകരിച്ച് തന്നെ പ്രവർത്തിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു വംശമാണ് തിരുവിതാംകൂർ രാജവംശം. അതുകൊണ്ട് ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെയും അവർ രാജാക്കന്മാരായി തുടർന്നു. ഇന്നും അവർക്ക് രാജകുടുംബത്തിന്
വേണ്ട മര്യാദകൾ കൊടുക്കാറുണ്ട്. പക്ഷേ ലീഗലി അവർക്ക് യാതൊരു തരത്തിലുള്ള അവകാശവും പവറും ഇല്ലെങ്കിലും ജനങ്ങൾ അവരെ, രാജകുടുംബത്തിനെ ആദരിക്കാറുണ്ട്. അപ്പൊ തിരുവിതാംകൂർ രാജവംശം അത് പ്രത്യേകിച്ചും അവരെല്ലാവരും ശ്രീപത്മനാഭസ്വാമിയുടെ ദാസന്മാരായിരുന്നു, ശ്രീപത്മനാഭ ഭക്തന്മാരായിരുന്നു. അപ്പൊ അതുകൊണ്ട് രാജാക്കന്മാർ അവരുടെ പേരിന്റെ മുൻപേ ശ്രീപത്മനാഭദാസ എന്ന ഒരു വാക്കും കൂടെ ചേർക്കുമായിരുന്നു. എങ്ങനെ നമ്മുടെ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തില് ഒരു ഭക്തൻ ഗുരുവിലിരുന്ന് ദീക്ഷ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ഭക്തന് ദാസനെന്നും ദാസി എന്നും ഉള്ള നാമമെല്ലാം ചേർക്കുന്നത് പോലെ പത്മനാഭദാസ എന്ന് തിരുവിതാംകൂർ രാജവംശത്തിലുള്ളവരും അങ്ങനെ നാമം ചേർക്കുമായിരുന്നു. ഇപ്പോ സന്യാസിമാർക്ക് ഭക്തി എന്ന ഒരു വാക്ക്, സന്യാസ ദീക്ഷ സ്വീകരിക്കുമ്പോൾ ഭക്തി ഗൗരംഗ സ്വാമി, ഭക്തി വിദ്യാപൂർണ സ്വാമി, ഭക്തി എന്ന ഒരു വാക്ക് ഭക്തി വിനോദ സ്വാമി എന്ന് സന്യാസ ദീക്ഷ സ്വീകരിക്കുമ്പോൾ ഭക്തി എന്ന ഒരു വാക്ക് മുന്നിൽ ചേർക്കും. ഇപ്പൊ അതേ സമയം അദ്വൈത സമ്പ്രദായത്തിൽ സന്യാസം സ്വീകരിക്കുമ്പോൾ അവർ സരസ്വതി എന്നും പൂരി എന്നും ചൈതന്യ എന്നൊക്കെ വാക്കുകൾ ചേർക്കാറുണ്ട്. അതായത് പരമാനന്ദപുരി, ഭാരതി, സരസ്വതി, ചൈതന്യ, ആനന്ദപുരി, ഇങ്ങനെ 5 സമ്പ്രദായമാണ് അദ്വൈത സമ്പ്രദായത്തിലുള്ളത്. നമ്മൾ കേട്ടിട്ടുണ്ടാവും. പരമാനന്ദ, വിവേകാനന്ദ, കേശവ ഭാരതി, മനോഹര ചൈതന്യ. അപ്പൊ ഇതെല്ലാം അദ്വൈത സമ്പ്രദായത്തിൽ. ഭക്തി സമ്പ്രദായത്തിൽ സന്യാസം സ്വീകരിക്കുമ്പോൾ ഭക്തി എന്ന ഒരു വാക്ക് ചേർക്കും. അപ്പൊ അതുപോലെ തന്നെ തിരുവിതാംകൂർ രാജകുടുംബത്തിലുള്ളവരെല്ലാം ശ്രീപത്മനാഭദാസ, മാർത്താണ്ഡവർമ്മ, ശ്രീപത്മനാഭദാസ, ചിത്ര തിരുനാൾ, ഇങ്ങനെ അവർ മുന്നിൽ ചേർക്കുമായിരുന്നു. ആ പരമ്പരയിൽ മുന്നോടിയായി വന്ന ഒരു മഹാ വ്യക്തിയും രാജാവും ഭക്തനുമായിരുന്നു കുലശേഖര ആഴ്വാർ. 1000 വർഷങ്ങൾക്ക് മുമ്പ് തിരുവിതാംകൂറുടെ രാജാവായിരുന്നു. അനേകം കൃതി ഭഗവാനെ കുറിച്ച് രചിച്ചിട്ടുണ്ട്. അതിൽ ഒരു പുസ്തകമാണ് മുകുന്ദമാല സ്തോത്രം എന്ന് പറയുന്ന പുസ്തകം. അത് പ്രഭുപാദർ ഇംഗ്ലീഷിൽ തർജ്ജിമ ചെയ്തിട്ടുണ്ട്. അതിസുന്ദരമായ ഭക്തിയുടെ വിശദീകരണമുള്ള ഒരു ഗ്രന്ഥമാണ് മുകുന്ദമാല സ്തോത്രം. അത് വായിച്ച് എത്രയോ പേര് ഭക്തിമാർഗത്തിൽ, ഭക്തിപ്രസ്ഥാനത്തിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം 1000 വർഷങ്ങൾക്ക് മുമ്പ് തിരുവിതാംകൂറുടെ രാജാവായിരുന്നു. പിന്നെ അദ്ദേഹം ശ്രീരംഗത്തില് സന്യാസം സ്വീകരിച്ച് അദ്ദേഹം പോയി. ആ ഒരു വംശത്തിൽ വന്ന ഒരു രാജാവ്, ഇവരെല്ലാവരും ഭക്തരായിരുന്നു. അവരുടെ സാക്ഷാത്കാരം അതിഗംഭീരമായിരുന്നു. അങ്ങനെ ഒരു കൃതിയാണ് ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത്. രാവിലെ അതിൻ്റെ ചില രൂപരേഖ നമ്മൾ നോക്കി. ഇത് നിങ്ങൾക്ക് യൂട്യൂബിലോ ഇന്റർനെറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പാട്ട് ഒരുപാട് കിട്ടും. ഒരുപാട് പ്രസിദ്ധരായ വ്യക്തികൾ, KS ചിത്ര, ഇതുപോലെ പലരും ഇത് ആലപിച്ചിട്ടുണ്ട്. ജപത്ത് ജപത്ത് ഹരിനാം മനുജ എന്നാണ് ഇത് തുടങ്ങുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലും നെറ്റിലും ഒക്കെ കിട്ടും. ജപത്ത് ജപത്ത് ഹരിനാം മനുജ, ഹേ മനുഷ്യ, നീ സദാസമയവും ഭഗവാന്റെ നാമം ജപിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അപരിമിതാം ഹോ ഹരമനപായം ആഗമസാദിത
മൃത്യു ഉപായം അപരിമിതാം ഹോ ഹരമനപായം ആഗമസാധിത മൃത്യു ഉപായം. എല്ലാവരുടെ മനസ്സിലും അടിത്തട്ടില് അവർ പൂർണ്ണമായും ഈശ്വരനെ ശരണം പ്രാപിച്ചില്ലെങ്കിൽ അവരുടെ അടിത്തട്ടിൽ ഒരു തരം ഭയമുണ്ടായിരിക്കും. ചിലപ്പം ചിലർക്ക് മക്കളെ കുറിച്ചുള്ള ഭയമായിരിക്കും. എൻ്റെ മക്കള് നല്ല അവസ്ഥയിൽ വരുമോ, ജോലി കിട്ടോ, വിവാഹം കഴിയോ, അവർ ലൈഫിൽ സെറ്റിലാവും. ചിലർക്ക് ജോലിയുടെ ഭയമായിരിക്കും. ഈ ജോലി എനിക്ക് അവസാനം വരെയും നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുമോ, ജോലി കൈവിട്ടു പോകുമോ എന്നുള്ള ഭയം. ചില സമയം വളരെ അത്ഭുതം തോന്നും, വിവാഹം കഴിഞ്ഞ കപ്പിൾസിന്റെ ഇടയ്ക്ക് പോലും ഒരു ഇൻസെക്യൂരിറ്റി കാണും. ആ സ്ത്രീ വേറെ ഒരു പുരുഷനുമായി സംസാരിക്കുമ്പോഴോ, അല്ലെങ്കിൽ ആ പുരുഷൻ ഇനിയൊരു സ്ത്രീയുമായി സംസാരിക്കുമ്പോഴോ ജീവിത പങ്കാളിക്ക് ഒരു തരം ഭയം, ഇൻസെക്യൂരിറ്റി. ഇങ്ങനെ ഭൂമിയിലുള്ള എല്ലാവർക്കും മനസ്സിൻ്റെ ആഴത്തിൽ എന്തെങ്കിലും ഒരു തരം ഭയമുണ്ടായിരിക്കും. പൂർണ്ണമായി കൃഷ്ണാവബോധത്തിൽ വരുന്ന ഒരാൾക്ക് മാത്രമേ അത്തരം ഭയത്തിലിരുന്ന് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. നോക്കിക്കോളൂ, എത്രമാത്രം വീക്ഷണവും സാക്ഷാത്കാരവും ഉണ്ടെങ്കിൽ ഈ ഒരു രാജാവ് ഇങ്ങനത്തെ ഒരു വരി രചിച്ചിട്ടുണ്ടാവും. ആ ഭയത്തിനെ ഹര എന്ന് പറഞ്ഞാൽ പറച്ചെടുക്കുക, അപരിമിതം എന്ന് പറഞ്ഞാൽ നിസ്സീമമായ, അതിരുകളില്ലാതെ, അന്ത്യമില്ലാത്ത ഒരു ഭയം. പലർക്കും രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ സമാധാനമായിരിക്കും, പക്ഷെ രാവിലെ എണീറ്റ ഉടനെ ഒരു ടെൻഷൻ ഉണ്ടാവും. എന്താ കാരണം അറിയേയില്ല. അങ്ങനെ ഒരു 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 എൻഡില്ലാതെ ഇൻഫിനിറ്റ് ഭയം. അങ്ങനെയൊക്കെ ആൾക്കാർക്ക് ഒരു ഭയമുണ്ട്. ആ ഭയത്തിനെ ഹൃദയത്തിലിരുന്ന് വേരോട് പിഴുത് കളയുന്നതാണ് ഹരിനാമം. അപരിമിതാം ഹോ ഹരമനപായം ആഗമസാധിത മൃത്യു ഉപായം. ആഗമം എന്ന് പറയുമ്പോൾ നമ്മുടെ വേദശാസ്ത്രങ്ങൾ. സാധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വാക്ക് ഉപയോഗിക്കാറുണ്ട്, അവൻ സാധിച്ചെടുത്തു. അതായത് ആ വാക്ക് അവിടെ പറയാൻ കാരണം വേദങ്ങളിൽ പ്രൂവ് ചെയ്തതാണ് ഹരിനാമം, വെറുതെ പറയുന്നതല്ല. അതായത് ഹരിനാമം ജപിക്കൂ, ഹരിനാമം ജപിക്കൂ എന്ന് വെറുതെ വാക്കുകൾ കൊണ്ട് പറയുന്നതല്ല. വേദങ്ങളിൽ നിരൂപണം, വേദങ്ങളിൽ ഇത് പ്രൂവ് ചെയ്തിട്ടുണ്ട് ഹരിനാമം. ഉദാഹരണം അജാമിളന്റെ കഥ, വെറുതെ ഒരു കഥ മാത്രമല്ല. അജാമിളൻ അവസാനം വൈകുണ്ഠവാസികളെ മുഖാമുഖം കണ്ടു. അപ്പൊ അവിടെ പ്രൂവ്ഡ് ആണ് ഈ ഒരു എക്സസൈസ്, ഈ ഒരു പരിശീലനം സാധിച്ചതാണ്. ആഗമസാധിത മൃത്യു ഉപായം, മരണത്തിനുള്ള ഒരേ ഒരു പോംവഴിയാണ് ഹരിനാമം. ഇപ്പോ ഈ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കാര്യം പറയുമ്പോൾ തന്നെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടന്ന ഒരു കാര്യം. ഒരിക്കല് ഈ തിരുവിതാംകൂർ രാജാവിനെ ശത്രുക്കള് ഓട്ടിച്ചു, പിടിക്കാനായി, തോൽപ്പിക്കാനായി, ബന്ധിക്കാനായി ഓട്ടിച്ചു. തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്കറിയാം, പക്ഷെ കേരളത്തിൽ മറ്റ് പ്രദേശങ്ങളിലുള്ളവർക്ക് ഇത് അത്ര അറിയില്ല. അങ്ങനെ രാജാവ് ഈ ശത്രുക്കളിൽ ഇരുന്ന് ഓടുന്ന സമയത്ത് നെയ്യാറ്റിൻകര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കന്നുകാലികളെ മേയ്ക്കുന്ന ബാലനായി ഭഗവാൻ അവിടെ പ്രത്യക്ഷമായി. ഒരു സാധാരണ കുട്ടിയായി പ്രത്യക്ഷമായിട്ട് ആ രക്ഷപ്പെട്ടു ഓടുന്ന രാജാവിനെ ഒരു മരത്തിന്റെ പൊന്തിൽ കയറി ഒളിച്ചിരിക്കാൻ പറഞ്ഞു. അപ്പൊ രാജാവ് അതിൽ കയറി ഒളിച്ചു. പുറകെ വന്ന ശത്രുക്കൾ അവര് ചോദിച്ചു, ഈ വഴിയെ രാജാവ് പോകുന്നത് കണ്ടോ എന്ന് ആ കുമാരന്റെ അടുത്ത് ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞു, ആ ഈ ദിശയിൽ പോയി എന്നൊരു തെറ്റായ ദിശയിൽ കൈ ചൂണ്ടി കാണിച്ചു. അതായത് ചില 100 വർഷങ്ങൾക്ക് മുമ്പ്, ഒരുപാടൊന്നും അല്ല,
ഭഗവാൻ വന്ന് രക്ഷിച്ചതാണ് ഈ രാജാവിനെ. ഇന്നും നമ്മൾ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ഈ മരവും ആ പൊന്തും രാജാവ് ഒളിച്ചിരുന്ന് ഇതൊക്കെ ഇന്നും അവിടെ ഉണ്ട്. ഇതൊരു സാക്ഷിയാണ്. അതേപോലെ ശ്രീ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇതേപോലെ ഒരു തവണ ശത്രുക്കള് നരസിംഹമൂർത്തിയുടെ പൂജാരിക്ക് പണമെല്ലാം കൊടുത്ത് സ്വാധീനിച്ച് രാജാവ് തൊഴാൻ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് തീർത്ഥം കൊടുക്കുമ്പോൾ ആ തീർത്ഥത്തിൽ വിഷം കലർത്തി കൊടുക്കണം, രാജാവ് മരിക്കട്ടെ. ഇതും ഒരുപാട് പഴയ കഥയല്ല, ഈ നടന്ന ഒരു 100 വർഷങ്ങൾക്കകം നടന്ന സംഭവം, അല്ലെങ്കിൽ ഒരു 150 വർഷം. അങ്ങനെ പൈസയും മേടിച്ചിട്ട് ഈ ഒരു പൂജാരി നരസിംഹമൂർത്തിയുടെ തീർത്ഥത്തിൽ വിഷം കലർത്തി കൊടുത്തു. രാജാവ് വന്നു, ഭഗവാനെ തൊഴുതു, ആ തീർത്ഥവും വാങ്ങിച്ചു കുടിച്ചു. പക്ഷെ മരിച്ചു വീണത് രാജാവല്ല, പൂജാരിയായിരുന്നു. വിഷം കുടിച്ചത് രാജാവാ, പക്ഷെ മരിച്ചു വീണത് മൃത്യു. അപ്പൊ ഇവിടെ രണ്ടാമത്തെ വരിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഫോണിൽ ഈ സോങ് എടുക്കാം, ലിറിക്സ് കിട്ടും. ജപത ജപത ഹരിനാം മനുജ എന്ന് എടുത്താൽ നിങ്ങൾക്ക് ഈ വരികൾ കിട്ടും. അതിൽ രണ്ടാമത്തെ വരി ആഗമസാദിത മൃത്യു ഉപായം. അപ്പോൾ ഇവിടെ ആചാര്യന്മാർ വിശദീകരിക്കുമ്പോൾ മൃത്യു എന്ന വാക്കിനെ ആ മൃത്യു എന്നും മൃത്യു, അമൃതം എന്നും മൃത്യു എന്നും രണ്ടിനും വഴി, അതായത് ഒരു വാക്കിൽ രണ്ടർത്ഥം. മൃത്യു ഉപായം എന്ന് പറയുമ്പോൾ മരണത്തിലിരുന്ന് രക്ഷപ്പെടാനുള്ള വഴി. അമൃത ഉപായം എന്ന് പറയുമ്പോൾ മോക്ഷത്തിനുള്ള വരി. ഒരു വരിയിൽ തന്നെ രണ്ടർത്ഥങ്ങൾ. മരണത്തിലിരുന്ന് രക്ഷപ്പെടാനുള്ള മാർഗവും ഹരിനാമമാണ്, മോക്ഷത്തിലേക്കുള്ള മാർഗവും ഹരിനാം. അതുകൊണ്ട് ഈ രാജാവ് പാടുന്നു, ജപത് ജപത് ഹരിനാം മനുജ, ഹേ മനുഷ്യ, അതുകൊണ്ട് നാമം ജപിക്കണം. പതിതാനാമപി പാവന മന്ത്രം സ്ഥിതി കണ്ഡനിശ ജീവിത തന്ത്രം. പതിതാനാം അപി പാവന മന്ത്രം. പതീതന്മാർ എന്ന് പറഞ്ഞാൽ അധപ്പതിച്ചവർ, ഇനി ഒരു രക്ഷയുമില്ല, ഇവരെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് കൈവിട്ട ആൾക്കാർ, ഇനി ഇവർക്ക് രക്ഷപ്പെടാൻ പോം വഴിയേ ഇല്ല എന്ന് ഉപേക്ഷിച്ചവർ, ഏറ്റവും അധപ്പതിച്ചവർ, അവരെ പോലും രക്ഷിക്കുന്നത് ഹരിനാമം. പതിതാനാമപി പാവന മന്ത്രം. ഇപ്പൊ നമ്മൾ ഭാഗവതത്തിൽ അജാമിളന്റെ കഥ നോക്കിക്കഴിഞ്ഞാല്, അതായത് അദ്ദേഹം കൊള്ളയടിച്ചു, വേശ്യസ്ത്രീയായി താമസിച്ചു, ശാസ്ത്രങ്ങൾ എന്തെല്ലാം നിഷേധിച്ചിട്ടുണ്ടോ അത് അത്രയും കർമ്മം അജാമിളൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അത്രയ്ക്കും പാപിയായ വ്യക്തിയെ പോലും ഈ നാമം രക്ഷിച്ചു. പതിതാനാമപി പാവന മന്ത്രം. അടുത്ത വരി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വരിയാണ്. സ്ഥിതി ഖണ്ഡനിശ ജീവിത തന്ത്രം. സ്ഥിതി ഖണ്ഡനിശ, ഖണ്ഡം വെച്ചാൽ കഴുത്ത്, നിശ എന്ന് വെച്ചാൽ ഇരുട്ട്, അല്ലെങ്കിൽ വിഷം. വിഷത്തിന്റെ നിറം ബ്ലൂ അല്ലേ? ഇപ്പൊ ചിലര് ശരീരം പാമ്പൊക്കെ കടിച്ചാൽ നമ്മൾ അറിയാതെ പറയാറുണ്ട്, അവന്റെ ശരീരം നീലിച്ചു എന്ന് പറയാറുണ്ട്. വിഷത്തിന്റെ നിറം നീല. ആരുടെ കഴുത്താണ് നീല നിറത്തിൽ മാറിയത്? ഇവിടെ രാജാവ് അതിമനോഹരമായി പറയുന്നു, സിക്കി ഖണ്ഡ നിശ ജീവിത. അതായത് എത്രയും അധപ്പതിച്ച വ്യക്തിയെ പോലും രക്ഷിക്കുന്ന മന്ത്രം. അങ്ങനെ കഴുത്ത് നീല നിറമായ ഒരു വ്യക്തിയെ പോലും രക്ഷിച്ച മന്ത്രം. കഴുത്ത് നീല നിറമായത് ആർക്കാം? ശിവ, മഹാദേവ, എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് മഹാദേവന് നീലകണ്ഠ എന്നൊക്കെ പേര്. ഓക്കെ, ആ മഹാദേവന്റെ അല്ലെങ്കിൽ അവതാരത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ഒരു തെറ്റ്, ചെറുതാ വലുതാന്ന് അറിയില്ല, പുരാണങ്ങളിൽ പറയുന്നു ഒരു തെറ്റ് സംഭവിച്ചു. എന്താണ്? ഒരു തവണ അദ്ദേഹത്തിനും ബ്രഹ്മാവിനും
ഒരു വാക്ക് തർക്കമുണ്ടായി. സൃഷ്ടിയുടെ തുടക്കത്തിൽ ബ്രഹ്മാവിനും 5 ശിരസ് ഉണ്ടായിരുന്നു. ബ്രഹ്മാവിനും 5 ശിരസ്, മഹാദേവനും 5 ശിരസ്. ഈ 5 തലയുള്ള ചില ദേവഗണങ്ങളുണ്ട്. പഞ്ചമുഖി ഹനുമാൻ, ശിവനും 5 തലയാണ്. ആദ്യം സൃഷ്ടിയുടെ സമയത്ത് ബ്രഹ്മാവിനും 5 തലയാണ്. അതൊരു ഇതിൽ തന്നെ വരുന്നുണ്ട്. ബ്രഹ്മ പോലെ ചാതുർമുഖേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ബ്രഹ്മാവിന് 4 തല. മഹാദേവ പഞ്ചമുഖേ രാമ രാമ ഹരേ ഹരേ. മഹാദേവൻ 5 തല. പക്ഷേ സൃഷ്ടിയുടെ തുടക്കത്തിൽ ശിവനും 5 തലയുണ്ടായിരുന്നു. അപ്പൊ ഇവര് ഒരു ചെറിയ വഴക്കില്, മഹാദേവനും ശിവനും ബ്രഹ്മാവും തമ്മിലുള്ള വഴക്കില് മഹാദേവൻ എന്ത് ചെയ്തു? ബ്രഹ്മാവിന്റെ 5ാമത്തെ തല പറിച്ചെടുത്തു. നമുക്കൊക്കെ അറിയാവുന്നത് 4 മുഖമുള്ള 4 ബ്രഹ്മ 4. പക്ഷെ 5ാമത്തെ തല മഹാദേവൻ പറിച്ചെടുത്തു. പക്ഷെ അതൊരു മഹാപാപമായി. ഒരു ഉയർന്ന വ്യക്തി, ബ്രാഹ്മണൻ, ഗുരുശ്രേഷ്ഠൻ, വൈഷ്ണവശ്രേഷ്ഠൻ, ആദിഗുരു, അങ്ങനെയൊക്കെ ആയ ബ്രഹ്മാവിന്റെ തല എടുക്കുക എന്ന് പറഞ്ഞാൽ, വേദങ്ങളിൽ ആ കഥയുടെ ആഴത്തിൽ നമ്മൾ പോകുന്നില്ല. പിന്നെയാണ് മഹാദേവൻ മനസ്സിലാക്കിയത്, ഞാനൊരു പാപം ചെയ്തു. ആ മഹാദേവൻ ആ പാപത്തിലിരുന്ന് രക്ഷപ്പെട്ടത് നാമം ജപിച്ച് ഭഗവാന്റെ. അതാണ് ഇവിടെ പറയുന്നത്, സ്ഥിതി കണ്ട നിശ ജീവിത തന്ത്രം. ആ നീല കളറില് കഴുത്ത് വന്ന ആ മഹാദേവന്റെ ആ ഒരു രക്ഷ പോലും ഈ നാമമാണ് ചെയ്യുന്നത്. അപ്പൊ എന്താ പറ്റിയത്? മഹാദേവൻ ആ പാപത്തിലിരുന്ന് വെളിയിൽ വന്നെങ്കിലും ഈ ബ്രഹ്മാവിന്റെ തല മഹാദേവന്റെ കയ്യിൽ തന്നെ ഒട്ടിപ്പിടിച്ചു. അത് കയ്യിൽ നിന്ന് ഇളക്കാൻ പറ്റിയില്ല. എത്ര ശ്രമിച്ചിട്ടും മഹാദേവന്റെ കയ്യിലിരുന്ന് ആ തല ഇളക്കിയെടുക്കാൻ പറ്റിയില്ല. ഈ നമ്മൾ പറയാറില്ലേ കപാലം. കപാലം എന്ന് വെച്ചാൽ സ്കല്ലാണ്, നമ്മുടെ തലയോട്ടി. സ്കല്ലിനെ ആ കപാലം എന്ന് പറയുന്നത്. ഈ കപാലം മഹാദേവന്റെ കയ്യിൽ തന്നെ ഒട്ടിപ്പിടിച്ചു, ഇളകുന്നില്ല. പിന്നെ മഹാദേവൻ, അദ്ദേഹം ഒരു ഭിക്ഷു ആണല്ലോ. മഹാദേവൻ വന്നിട്ട് ഒരു ഭിക്ഷാണ്ടകനാണ്. അദ്ദേഹത്തിന്റെ പേരുകളൊക്കെ വളരെ അത്ഭുതമാണ്. അതായത് ശ്മശാനത്തിൽ കഴിയുന്ന ഒരാളാ. അങ്ങനെയൊക്കെ ശ്മശാനത്തിൽ ശവങ്ങളെ ദഹിപ്പിക്കുന്ന ഭസ്മമെടുത്ത് പുരട്ടുന്ന ആള്, പാമ്പും തേളും കഴുത്തിലുള്ള ഒരാള്. വിചിത്രമാണ് മഹാദേവന്റെ അവതാരം എന്ന് പറയുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ബ്രഹ്മാവിന്റെ കപാലം ഒട്ടിപ്പിടിച്ചു. അത് എത്ര ഇളക്കിയിട്ടും പോകുന്നില്ല. അപ്പൊ മഹാദേവൻ എന്ത് ചെയ്തു? ആ കപാലത്തിന് തന്നെ ഭിക്ഷപാത്രമാക്കി മാറ്റി. ഇന്നും നമ്മൾ വടക്കേ ഇന്ത്യയിൽ ഹിമാലയത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ പല തരത്തിലുള്ള ശിവഭക്തന്മാരും പല ദിഗംബരന്മാരും വ്യത്യസ്തമായ യോഗിവര്യന്മാരൊക്കെ ഉണ്ട്. അതിൽ ഒരു ടൈപ്പ് ആൾക്കാരാണ് ഈ 12 വർഷത്തിൽ ഒരിക്കൽ കുംഭമേള നടക്കുമ്പോൾ വരുന്ന ബാബാജി, നാഗസന്യാസിമാർ. ഇവരെന്താ ചെയ്യാൻ വെച്ചാല് ശ്മശാനത്തിൽ ചെന്ന് അവിടത്തെ ജഡങ്ങള്, ആ എല്ലും അസ്ഥിയൊക്കെ പിറക്കിയെടുത്ത് ആ തലയോട്ടി, അവർക്ക് ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ട്, ആ തലയോട്ടി എടുത്ത് മുറിച്ച്, മരിച്ചുപോയ ആൾക്കാരുടെ ആ തലയോട്ടി കപാലം, അതിലാണ് അവർ ഭിക്ഷപാത്രം. അതിൽ തന്നെ പൈസ വാങ്ങിക്കും, അതിൽ തന്നെ ചോറ് വെച്ച് കഴിക്കും, ആറ്റിപ്പോയ അത് തന്നെ കുളിക്കും. ആ ഒരു കപാലം മാത്രമാണ്. ഇതൊന്നും നമുക്ക് ദഹിക്കില്ല, മനസ്സിലാക്കാൻ പോലും സാധിക്കില്ല. അങ്ങനെയൊക്കെ ഉള്ള ചില ആത്മീക വംശത്തിലും വർഗത്തിലും ഉള്ളവരുണ്ട്. അതുകൊണ്ട് മഹാദേവന് കപാലേശ്വരർ എന്ന ഒരു പേരുമുണ്ട്. ആ മഹാദേവന്റെ പാപത്തിനെ പോലും രക്ഷിച്ച മന്ത്രം എന്നാണ് പറയുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കൂ, എത്ര അധപ്പതിച്ചവരാകട്ടെ അവരെ പാപത്തിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ പറ്റും. മഹാദേവൻ പോലും ഇതിലിരുന്ന് രക്ഷപ്പെട്ടു. പതിതാനാമപി പാവന മന്ത്രം സ്ഥിതി കണ്ഠ നിശ ജീവിത തന്ത്രം. അതായത് ഹരിനാമം അത്രയ്ക്കും ഉയർന്നതാണ്.
ഭക്തി വിനോദ് ഠാക്കൂർ പാടിയിട്ടുണ്ട്, 14 ലോകത്തിൽ വെച്ചും നാമത്തിനു ഉപരിയായി വേറെ ഒന്നുമില്ല. നാംബിന കിച്ചു നഹികൊണോ ആർ ചൗദാ ഭുവനമാകെ. 14 ഭുവനം, 14 ലോകത്തും നാമത്തിനേക്കാളും ഉയർന്നത് വേറെ ഒന്നുമില്ല. മൂന്നാമത്തെ ലൈൻ, കിം ബഹു തപസ കിം ബഹു യാഗൈ കിം ബഹു യശസ കിം ബഹു ഭോഗൈ. അപ്പൊ എത്ര തപസ്യ ചെയ്തിട്ട് എന്ത് ഫലം? കിം ബഹു തപസ, എത്ര യജ്ഞഹോമാദികൾ ചെയ്ത് എന്ത് ഫലം? എത്ര ഐശ്വര്യം, യശസ്, ഐശ്വര്യം ഉണ്ടായിട്ട് എന്ത് ഫലം? ഭോഗൈ, ഭൗതിക സ്വത്തുക്കൾ ഉണ്ടായിട്ട് എന്ത് ഫലം? കാരണം ഇത് ഒന്നും തന്നെ ഒരു വ്യക്തിയെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റില്ല. ഇതിൽ ഈ സുന്ദരം, ഈ ഒരു കൃതിയുടെ ബ്യൂട്ടി എന്താണെന്ന് വെച്ചാല്, ഇതിനെല്ലാം തത്തുല്യമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവത്ഗീതയിൽ നിന്നും ഭാഗവതത്തിൽ നിന്നും കിട്ടും. ഭഗവത്ഗീതയിലും ഇങ്ങനെ ഒരു ശ്ലോകമുണ്ട്, യജ്ഞേഷു എന്താ പറയാ, മറന്നുപോയി, ദാനേഷു തപസ്സു ചൈവ പുണ്യഫലം പ്രതിഷ്ഠം അത്യേതി തത്സർവം ഇദം വിദിത്വാ യോഗി പരം സ്ഥാനമുപൈത്തി ചാദ്യം. യജ്ഞം ചെയ്തോ, ദാനം ചെയ്തോ, പുണ്യകർമ്മങ്ങൾ ചെയ്തോ, ഒരു ഫലവുമില്ല. അതുകൊണ്ട് എന്ത് ഫലമില്ല എന്നല്ല, അതുകൊണ്ട് നമുക്ക് ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാകും. നമ്മൾ പൈസക്കാര കുടുംബത്തിൽ ജനിക്കും, സൗന്ദര്യമുള്ളവരായി ജനിക്കും, വിദ്യ ഉള്ളവരായി ജനിക്കും, അങ്ങനെയൊക്കെ നേട്ടം ഉണ്ടാവും. പക്ഷെ മരണത്തിൽ നിന്ന് ജയിക്കാൻ പറ്റില്ല. ഇപ്പൊ ഭാഗവതത്തില് ഹിരണ്യകശിപു ആദ്യം ബ്രഹ്മാവിൻ്റെ അടുത്തിരുന്ന് ചോദിക്കുന്നത്, എന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കൂ. അപ്പൊ ബ്രഹ്മാവ് പറയുന്ന മറുപടി, ഞാൻ പോലും ഒരു ദിവസം മരിക്കും, അപ്പൊ ഞാൻ നിന്നെ എങ്ങനെ മരണത്തിൽ നിന്ന് രക്ഷിക്കും? അതിന് ശേഷമാണ് ഹിരണ്യകശിപു ആവശ്യപ്പെടുന്നത്, എന്നെ രാത്രി കൊല്ലാൻ പാടില്ല, പകലില് കൊല്ലാൻ പാടില്ല, ഇത്രയും കണ്ടീഷൻ. പക്ഷെ ഫസ്റ്റ് ഹിരണ്യൻ ചോദിച്ചത് എന്താന്ന് വെച്ചാൽ, എനിക്ക് മരണമില്ലാത്ത ഒരു അവസ്ഥ വേണം. അപ്പൊ അവിടെ ബ്രഹ്മാവ് പറയുന്നു, ഞാൻ പോലും ഒരു ദിവസം മരിക്കും, അങ്ങനെ ഉള്ളപ്പോ നിനക്ക് മരണമില്ലാത്ത അവസ്ഥ ഞാൻ എങ്ങനെ തരാൻ പറ്റും? അപ്പൊ ഈ യജ്ഞഹോമാദികളും ദാനധർമ്മങ്ങളും ഇതൊന്നും ചെയ്തിട്ട് മരണത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല. ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ഉണ്ടായ സമയത്ത് 12 വർഷം ഹിമാലയത്തില് തപസ്യ ചെയ്ത ഒരു യോഗിവര്യൻ വന്നു. 12 വർഷം അദ്ദേഹം തപസ്യ ചെയ്തു. അപ്പൊ അദ്ദേഹം തപസ്യ ചെയ്ത യോഗിവര്യൻ വളരെ എന്താ പറയാ, വ്യത്യസ്തമായ സിദ്ധികളെല്ലാം നേടി. അപ്പൊ അദ്ദേഹം നേടിയ ഒരു സിദ്ധിയാണ്, ഈ ഗംഗയുടെ മീതെ അങ്ങനെ നടക്കും, വെള്ളത്തിന്റെ മീതെ നടക്കും. ഒരു കരയിൽ നിന്ന് ഇനി ഒരു കരയിൽ, പാലമില്ല, ഒന്നും, അങ്ങ് നടന്നു പോകും. അപ്പൊ അദ്ദേഹം വലിയ കാര്യമായി നാട്ടുകാരെയൊക്കെ വിളിച്ചു, എല്ലാരെയും വിളിച്ചു. ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിനെ ഒന്ന് കാണാനായിട്ട് വിളിച്ചു. അദ്ദേഹവും പോയി. അപ്പൊ ഈ യോഗിവര്യൻ 12 വർഷം അതികഠിനമായ തപസ്യ ചെയ്ത ഒരാളാണ്. എല്ലും തോലുമായി ഭക്ഷണം കഴിക്കാതെ അദ്ദേഹം എന്ത് ചെയ്തു, ഗംഗാനദിയുടെ മീതെ ഇങ്ങനെ നടന്നു, വെള്ളത്തിന്റെ മീതെ ഇക്കരയിൽ നിന്ന് അക്കരെ നടന്നു കാണിച്ചു. ഗ്രാമവാസികളെല്ലാം അതിശയിച്ച് അമ്പരന്ന് പോയി നിൽക്കുക, എല്ലാരും വായും വളർന്ന് നോക്കി നിൽക്കുക. അവസാനം എല്ലാവരും അദ്ദേഹത്തിനെ ഒരുപാട് പുകഴ്ത്തി. എല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ അടുത്ത് വന്നപ്പോ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ഒന്നും പറഞ്ഞില്ല, മൗനം പാലിച്ചു. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു ത്വര, എല്ലാവരും എന്നെ പ്രശംസിച്ചു, പക്ഷെ ഇദ്ദേഹം ഒരു വാക്ക് എന്നെ കുറിച്ച് പറഞ്ഞില്ലല്ലോ, ഇദ്ദേഹത്തിന്റെ വായിലിരുന്ന് എന്നെ കുറിച്ച് കുറച്ച് കേൾക്കണം എന്ന് പറഞ്ഞിട്ട്, ഇതിനെക്കുറിച്ച് അങ്ങ് എന്താ വിചാരിക്കുന്നത്, എന്താന്ന് വീണ്ടും വീണ്ടും തോണ്ടി ചോദിച്ചപ്പോ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പറഞ്ഞു, നിന്റെ അതിഗംഭീരമായ അതിമനോഹരമായ ഈ ഒരു തപസ്യക്ക് വെറും കാലണ, അന്ന് കാലത്തൊക്കെ ഈ അണ കണക്കാണല്ലോ, 4 അണ എന്ന് പറഞ്ഞാൽ 25 പൈസ, കാലണ എന്ന് പറഞ്ഞാൽ 6.25 പൈസ. ചിലപ്പം യങ്സ്റ്റേഴ്സിനൊന്നും അറിയില്ല, അണ കണക്കൊക്കെ മറന്നിട്ടുണ്ടാകും. 16 അണ 1 രൂപ, 8 അണ
50 പൈസ, 4 അണ 25 പൈസ, 1 അണ 6.25 പൈസ, 1/4 അണ 1 പൈസ പോലും ഇല്ല. കാരണം 1930 കാലഘട്ടങ്ങളിൽ 1 പൈസ കൊടുത്താൽ തോണിക്കാരൻ ഗംഗയുടെ ഇപ്പുറത്തിരുന്ന് അപ്പുറത്ത് കൊണ്ടുപോയി ആക്കി തരും. അപ്പോ നീ 12 വർഷം ചെലവാക്കിയിട്ട് തപസ്യ നേടി നീ നേടിയ ഈ സിദ്ധിക്ക് വില വെറും 1 പൈസയേ ഉള്ളൂ. നീ 12 വർഷം ചെലവാക്കിയിട്ട് ഈ വെള്ളത്തിന്റെ മീതെ ഒരു കരയിൽ നിന്ന് ഇനി ഒരു കരയ്ക്ക് നടന്നു കാണിച്ചു. പക്ഷെ ഞാൻ 1 പൈസ ഈ തോണിക്കാരന്റെ കയ്യിൽ കൊടുത്ത അവ എന്നെ സുന്ദരമായ അക്കരയിൽ കൊണ്ടുപോയി ചേർക്കും. അപ്പൊ നിന്റെ യജ്ഞത്തിനും തപസ്യക്കും ഇതിനെല്ലാം വെറും 1 പൈസയുടെ വിലയേ ഉള്ളൂ എന്ന് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പറഞ്ഞു. ഇത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് ഇവിടെ ഈ വരിയിൽ കിം ബഹു തപസ കിം ബഹു യാഗൈ കിം ബഹു യശസ കിം ബഹു ഭോഗൈ. അടുത്തത് 4ാമത്തെ വരി. ഭക്തിയുതാവ ഭയതരളാവ മുക്തിപരാവ ഭുക്തിപരാവ. അതായത് ഭക്തി വേണമെങ്കിലും നാമം ജപിക്കുക, ഭയത്തിലിരുന്ന് രക്ഷപ്പെടണമെങ്കിലും ഇല്ല ഭയന്നിരുന്നാലും ശരി നാമം ജപിക്കുക, മുക്തി വേണമെങ്കിലും നാമം ജപിക്കുക, അല്ല ഭൗതികമായ സമ്പത്ത് വേണമെങ്കിലും നാമം ജപിക്കുക. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇതിനൊക്കെ തുല്യമായ ശ്ലോകം ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും കിട്ടും. ഭാഗവതത്തിൽ ഒരു ശ്ലോകമുണ്ട്, അകാമോ സർവകാമോ വാ മോക്ഷകാമോ ഉദാരതി തീവ്രേണ ഭക്തിയോഗേണ. ഇനി നിങ്ങൾക്ക് ഒരാഗ്രഹം ഇല്ലെങ്കിലും അല്ല മോക്ഷമാണ് ആഗ്രഹിക്കുന്നെങ്കിലും അല്ല ഭൗതികമായി എല്ലാ ആഗ്രഹം ഉണ്ടെങ്കിലും ഭഗവാന്റെ നാമം ജപിക്കുക. അപ്പൊ ഭക്തിയാണെങ്കിലും ഭഗവാന്റെ നാമം ജപിക്കുക, ഇല്ല ഭയമാണെങ്കിലും നാമം ജപിക്കുക, മോക്ഷമാണ് ആഗ്രഹിക്കുന്നെങ്കിലും നാമം ജപിക്കുക. ഇനി ഭൗതിക നേട്ടം, എൻ്റെ മകളുടെ വിവാഹം നടക്കണം, എനിക്ക് പണം വേണം, എൻ്റെ ആരോഗ്യം തിരിച്ചു കിട്ടണം, അസുഖം മാറണം, അതാണെങ്കിലും നാമം ജപിക്കുക. ഭാഗവതത്തില് ഇതിന് ഓരോന്നിനും കഥാപാത്രങ്ങളുണ്ട്. ഇപ്പൊ ഭക്തി കൊണ്ട് നാമം ജപിച്ചവരാരൊക്കെയാ ഭാഗവതത്തില്? ഒരുപാട് പേരുണ്ട്. പ്രഹ്ലാദനുണ്ട്, ധ്രുവ ഉണ്ട്, അംബരീഷുണ്ട്, ഒത്തിരി പേരുണ്ട്. ഇനി ഭയം കൊണ്ട് നാമം ജപിച്ചവർ അല്ലെങ്കിൽ ഭയം കൊണ്ട് ഭഗവാനെ സ്മരിച്ചവർ ഒരുപാട്. ഗജേന്ദ്രനുണ്ട്. ഇന്ന് രാവിലെ ഞാൻ കംസന്റെ ഉദാഹരണം പറഞ്ഞു. കംസൻ ആ ഒരു രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല. നാളെ ഭഗവാൻ വന്ന് വധിക്കും എന്ന് അറിഞ്ഞപ്പോ കംസരാത്രി കാളരാത്രി ആ മുഴുവൻ രാത്രിയും കംസൻ ഉറങ്ങിയിട്ടില്ല, ഭഗവാനെ തന്നെ സ്മരിച്ചു. ഗജേന്ദ്രൻ ആനയുടെ പിടിയിലിരുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഭയം കൊണ്ട് ഭഗവാന്റെ നാമം ജപിച്ചു. പിന്നെ 3ാമത്തത് മുക്തി. അതിന് കട്വാംഗ മഹാരാജാവാണ് ഉദാഹരണമായി പറയുന്നത്. കട്വാംഗ മഹാരാജാവ് ഒരു അതിമനോഹരമായ കഥാപാത്രമാണ് ഭാഗവതത്തില്. കട്വാംഗ മഹാരാജാവ് ഒരു തവണ ദേവാസുര യുദ്ധത്തിനായി പോയി. അങ്ങനെ ദേവന്മാരെ സഹായിച്ചു. യുദ്ധത്തിൽ ദേവഗണങ്ങൾ ജയിക്കുകയും ചെയ്തു. അപ്പൊ ദേവന്മാര് ചോദിച്ചു കട്വാംഗ മഹാരാജാവിന്റെ അടുത്ത്, നിങ്ങൾക്ക് എന്ത് വരമാ വേണ്ടത്? ഉടനെ കട്വാംഗ മഹാരാജാവ് പറഞ്ഞു, എനിക്ക് മരിക്കാൻ ഇനി എത്ര ദിവസം, എനിക്ക് എൻ്റെ ജീവിതകാലം, എൻ്റെ ആയുസ് എത്രയാ ഉള്ളത് കണ്ടുപിടിച്ച് തരാൻ പറഞ്ഞു. ഉടനെ ദേവന്മാരെല്ലാം പരിശോധിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് അധിക കാലമില്ല, മരണത്തിന് ഇനി 1 മുഹൂർത്തം മാത്രമേ ഉള്ളൂ. മുഹൂർത്തകാലം എന്ന് പറയുന്നത് 30 മിനിറ്റ് അല്ലെങ്കിൽ 40 മിനിറ്റിനെ ഒരു മുഹൂർത്തം എന്ന് പറയുന്നത്. ഈ വിവാഹമൊക്കെ നടക്കുമ്പോൾ ജ്യോതിഷന്മാര് പറയാറില്ലേ, കല്യാണ മുഹൂർത്തം എന്ന് പറയാറില്ലേ? അതായത് ഈ സമയത്തിനെ ലവ, ക്ഷണ, നിമിഷ, നാഴിക ഇങ്ങനെയൊക്കെ വീതിച്ചിട്ടുണ്ട്. 30 മുതൽ 40 മിനിറ്റിനെയാണ് മുഹൂർത്തകാലം എന്ന് പറയുന്നത്. അപ്പൊ ദേവഗണങ്ങൾ പറഞ്ഞു കട്വാംഗ മഹാരാജാവിൻ്റെ അടുത്ത്, ഇനി അങ്ങയ്ക്ക് 1 മുഹൂർത്തകാലമേ ഉള്ളൂ ജീവിതം, അത്ര തന്നെ. ഉടനെ കട്വാംഗ മഹാരാജാവ് ഒരു ആമ തൻ്റെ അവയവങ്ങളെ ഉൾവലിക്കുന്നത് പോലെ, ആമ ശത്രുക്കളെ കാണുമ്പോൾ തലയും 4 കാലും എല്ലാം കൂടെ അകത്ത് വലിച്ചാൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ആമയുടെ പുറത്ത് ആ വെറും ഓട് മാത്രമേ കാണൂ.
അത് വളരെ കഠിനമായതാ. എത്ര മുറിക്കാൻ ശ്രമിച്ചാലും എന്ത് ചെയ്താലും അത് അത്ര എളുപ്പത്തിൽ പൊട്ടുക തന്നെ ഇല്ല, അത് പൊട്ടത്തില്ല. ഈ ജീവി അതിൻ്റെ അടിയിൽ സുരക്ഷിതമായിരിക്കും. ശത്രുക്കളെ കാണുമ്പോൾ എല്ലാം ഉൾവലിക്കും. അതുപോലെ കട്വാങ്ക മഹാരാജാവ് എന്ത് ചെയ്തു? തൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം ഉൾവലിച്ചു, മനസ്സിനെ നിയന്ത്രിച്ചു, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു, ചിന്തകളെ നിയന്ത്രിച്ചു, ബുദ്ധിയെ നിയന്ത്രിച്ചു. ആ ഒരു 30 മിനിറ്റ് അതിതീവ്രമായി ഭഗവാനെ ധ്യാനിക്കുകയും ജപിക്കുകയും ഒക്കെ ചെയ്തു, സ്മരിക്കുകയും ചെയ്തു. അതുകൊണ്ട് പ്രഭുപാദർ അവിടെ വ്യാഖ്യാനം കൊടുക്കുമ്പോൾ ഖട്വാങ്ക മൊമെന്റ്, ഖട്വാങ്കന്റെ ആ ഒരു നേരം എന്ന് പറയുന്നു. കാരണം ആ കിട്ടിയ 30 മിനിറ്റ്, അതാണ് ശാസ്ത്രം പറയുന്നത്. നാമം ഒരു തവണ ജപിച്ചാൽ പോലും അതിതീവ്രമായി ജപിച്ചാൽ ഭഗവത് പദം, ഭഗവാന്റെ ലോകത്ത് തിരിച്ചെത്താൻ സാധിക്കും. അപ്പൊ ഖട്വാങ്ക രാജാവ് ആ 30-40 മിനിറ്റ് എല്ലാം ഉൾവലിച്ച് അദ്ദേഹം ആ അത്രയും തീവ്രമായി ഭക്തി ചെയ്ത് ഭഗവാന്റെ അടുത്ത് തിരിച്ചു പോയി. പിന്നെ എങ്ങനെയൊക്കെയാണ് ഈ ശ്ലോകം? ഭക്തിയുതാവ, ഭക്തിയാണെങ്കിലും, ഭയധരളാവ, ഭയമാണെങ്കിലും, മുക്തി മോക്ഷം നേടിയാണെങ്കിലും, ഭുക്തിപരാവ, ഭൗതിക നേട്ടത്തിനു വേണ്ടിയാണെങ്കിലും. അതുകൊണ്ട് കുറെ കഥാപാത്രങ്ങൾ. കുചേലൻ, സുധാമ, അദ്ദേഹത്തിന് ഭൗതിക നേട്ടമില്ല, പക്ഷെ പത്നി കുചേലനെ പറഞ്ഞു വിട്ടത് ഭഗവാനെ കണ്ട് എങ്ങനെയെങ്കിലും പൈസ മേടിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഭൗതിക നേട്ടം. കുചേലൻ അങ്ങനെ ഒരു താല്പര്യം ഇല്ലായിരുന്നുവെങ്കിലും കുഞ്ഞുങ്ങളുടെ കഷ്ടപ്പാട് കണ്ട് സഹിക്കാൻ പറ്റാത്ത കുചേല പത്നി, സുധാമയുടെ പത്നി, ഭർത്താവിനെ പൈസയ്ക്ക് വേണ്ടിയാണ് അയച്ചത്. ഇനിയിപ്പൊ നമ്മളെ കലികാലത്തിൽ പ്രാർത്ഥിക്കുന്ന 99% നമ്മളെപ്പോലെ ഭക്തരും തീർച്ചയായിട്ടും നേട്ടങ്ങൾക്ക് വേണ്ടിയായിരിക്കും. ഈ ആദ്യം പറയുന്ന കാര്യം ഒന്നുമല്ല അല്ലേ? നമ്മൾ നാമം ജപിക്കുന്നുണ്ട്, ദിവസം എത്ര പേരാ മോക്ഷം കിട്ടണം, ഭക്തി കിട്ടണം, അതൊക്കെ വളരെ വിരളം. അസുഖത്തിൽ നിന്ന് മാറണം, എൻ്റെ കുടുംബം നന്നായിരിക്കണം, ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ജപിക്കുന്ന ആൾക്കാരാണ് അധികം. അപ്പൊ എന്തിനു വേണ്ടിയാണെങ്കിലും ഭഗവാന്റെ നാമം ജപിക്കുക. അടുത്തത് സ്നാനേ പാനേ ശയനേ ഗമനേ ദാനേ ഗാനേ ധർമ്മവിധാനേ. സ്നാനേ കുളിക്കുമ്പോൾ, പാനേ കഴിക്കുമ്പോൾ, ശയനേ ഉറങ്ങുമ്പോൾ, ഗമനേ നടക്കുമ്പോൾ, ദാനേ ദാനം കൊടുക്കുമ്പോൾ, ഗാനേ പാട്ട് പാടുമ്പോൾ, ധർമ്മവിധാനേ ധർമ്മകാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും നാമം ജപിക്കണം. അതായത് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തില് അതിമനോഹരമായ പെയിന്റിങ്സ് ഉണ്ട്, നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാകും. സുന്ദരമായ പെയിന്റിങ്സ്. അവരിൽ ആ പടം വരച്ചവര്, അതും പ്രഭുപാദർ വെച്ചാൽ വളരെ കർശനമായി, എനിക്ക് 1 മാസത്തിനകം 12 പടം വേണം, അടുത്ത മാസം പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു, അതിനു മുമ്പ് 20 പടം വേണം. ഇങ്ങനെയൊക്കെയാ ഈ ആർട്ടിസ്റ്റുമാരെടുത്ത് പറഞ്ഞത്. ഇവരെല്ലാം ഭക്തരാ. രാവിലെ അവരുടെ 16 മാല ജപവും കഴിഞ്ഞാൽ 12ഉം 15ഉം ഉറക്കം വരുന്നത് വരെയും ഇരുന്ന് ചിത്രം വരയ്ക്കും. ചില ഭക്തർ വരച്ച് ആ ബോർഡിന്റെ മേലെയൊക്കെ വീണ് ഉറങ്ങിയിട്ടുണ്ട്, ഉറക്കമില്ലാതെ. അമാനുഷ്യമായ സേവനമാണ് പ്രഭുപാദരുടെ കാലത്തിൽ ആ ശിഷ്യന്മാർ ചെയ്തത്. അതിൽ ഒരു ഭക്തയുടെ പേര് യദുറാണി. യദുറാണി എന്ന് പറഞ്ഞു തന്നത് യശോദയുടെ പേരാണ് യദുറാണി. അതിനെ ബംഗാളി പദത്തിൽ മാറ്റുമ്പോൾ ജദുറാണി. കാരണം ബംഗാൾ ഭാഷയിൽ വൈയില്ല, അതുകൊണ്ട് നമ്മൾ ആചാര്യ എന്ന് പറഞ്ഞാൽ അവര് ആചാര്യ എന്ന് പറയും, അവർക്ക് വൈയില്ല. അപ്പോ യദുറാണി എല്ലാരും, പക്ഷെ ആ ഭക്തയെ ജദുറാണി എന്നാ വിളിക്കുക. അതായത് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ ഒരുപാട് അതിമനോഹരമായ ചിത്രങ്ങൾ വരച്ച ഒരു ഭക്തയാണ്. ആരടുത്തും മിണ്ടത്തില്ല. ഒരു ദിവസം പ്രഭുപാദർ വന്ന് അവിടെ അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ വന്നിരിക്കുക. അപ്പൊ ഇവരെ കാണാനില്ല. ഭാഗവതം ക്ലാസ്സിൽ കണ്ടു, അവിടെ കണ്ടു, പിന്നെ പ്രഭുപാദർ 2 ദിവസമായി 3 ഇവരെ കാണാനേ ഇല്ല. അപ്പൊ പ്രഭുപാദർ മറ്റ് ശിഷ്യന്മാരെടുത്ത് ചോദിച്ചു, എവിടെ ജദുറാണിയെ ഞാൻ കാണുന്നില്ലല്ലോ, ഇവിടെ എവിടെയും കാണാറില്ലല്ലോ.
അപ്പോൾ ഒരു മുതിർന്ന ഭക്തൻ പറഞ്ഞു, മംഗളാരത്തിക്ക് വരും, 16 മാല ജപിക്കും, പ്രഭുപാദരുടെ പ്രഭാഷണം നടക്കുമ്പോൾ കേൾക്കാൻ വരും. അത് കഴിഞ്ഞാൽ 24 മണിക്കൂറും ആ ചിത്രശാലയിലാണ്, അവിടെ പടം വരയ്ക്കലാ. പ്രഭുപാദർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ജദുറാണി ഈസ് എ സാധുറാണി എന്ന് പറഞ്ഞു. അവൾ ഒരു സാധു, സന്യാസിമാർക്ക് തുല്യമാണ്. അതായത് ഭൗതിക കർമ്മങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പോലും പാഴാക്കാതെ 24 മണിക്കൂറും. അതാണ് ഇവിടെ ഈ രാജാവ് അതിമനോഹരമായി രചിച്ചിട്ടുള്ളത്. സ്നാനേ പാനേ ശയനേ ഗമനേ ദാനേ ഗാനേ ധർമ്മവിധാനേ. കുളിക്കുമ്പോൾ, കഴിക്കുമ്പോൾ, ഉറങ്ങുമ്പോൾ, നടക്കുമ്പോൾ, ദാനധർമ്മം ചെയ്യുമ്പോൾ, പാട്ട്, എല്ലാ സമയത്തും ഭഗവാന്റെ നാമം ജപിക്കണം എന്നാണ്. ഭക്തന്മാർക്ക് പൊതുവെ, ഉയർന്ന ഭക്തന്മാർക്ക് സമയം പാഴാക്കുന്നതിൽ ഇഷ്ടമില്ല. അവർക്കതൊരു വലിയ നഷ്ടബോധമാണ് ഉണ്ടാകുന്നത്. ഞാൻ വെറുതെ ഇവിടെ ഇവരെ കൂടെ സംസാരിച്ച് എൻ്റെ 1 മണിക്കൂർ പോയല്ലോ, പ്രയോജനമില്ലാതെ ഞാൻ ഇവിടെ ചുറ്റിക്കറങ്ങാൻ പോയിട്ട് എനിക്ക് 2 മണിക്കൂർ പോയല്ലോ, വെറുതെ. അങ്ങനെ അവർക്കൊരു നഷ്ടബോധം ഉണ്ടാകും. അവർക്ക് ഭഗവാന്റെ നാമം ജപിക്കുന്നതിൽ ഒരു ത്വരയും ആർത്തിയും ഉണ്ടാകും. ഉയർന്ന ഭക്തർ തൻ്റെ സമയം അവർ പാഴാക്കാറില്ല. അതിലും പ്രത്യേകിച്ച് ഈ രാവിലത്തെ സമയം എന്ന് പറയുന്നത് പാഴാക്കാറേ ഇല്ല. ഏത് കർമ്മം ചെയ്യുമ്പോഴും ഭഗവാന്റെ നാമം ജപിക്കുക. അതുകൊണ്ടാണ് പ്രഭുപാദർ ജദുറാണിയെ സാധുറാണി എന്ന് വിളിച്ചു. മഹാസാധുവാണ് വ്യക്തി എന്ന് പറഞ്ഞത്. അപ്പൊ കുളിക്കുമ്പോൾ, ഞാൻ രാവിലെ ആ ഉദാഹരണം പറഞ്ഞു. പണ്ട് ഒരിക്കൽ പരമപൂജ്യ ജയപതാക സ്വാമി ഗുരു മഹാരാജ് പറഞ്ഞതാണ്, കുളിക്കുന്ന നേരത്തില് നമ്മൾ 3 തവണ ഗംഗാ ഗംഗാ ഗംഗ എന്ന് ഉറക്കെ പറഞ്ഞാൽ അത് ഗംഗാസ്നാനത്തിന് തുല്യമാണ്. ആ ഒരു ചെറിയ വാക്ക് നമ്മുടെ മനസ്സിൽ ആഴത്തിൽ അങ്ങ് പതിയും. അപ്പൊ കുളിക്കുമ്പോ ഇതങ്ങ് അറിയാതെ ഓർമ്മ വരും. 3 തവണ ഗംഗ എന്ന് പറയും. അപ്പൊ കുളിക്കുമ്പോ, കഴിക്കുമ്പോ, അല്ലെ, ഈ വിദേശീയര്, അതും പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ എന്താ വെച്ചാൽ പഴയ റോമൻസ് അല്ലെങ്കിൽ പഴയ ഇവര് ക്രിസ്ത്യാനികളൊക്കെ എന്ത് ചെയ്യിച്ചാൽ മേശയുടെ ചുറ്റിയും ഇരുന്നിട്ട്, ഞാൻ അങ്ങനത്തെ പഴയ വീഡിയോസ് കണ്ടിട്ടുണ്ട്. എല്ലാവരും പരസ്പരം കൈകോർത്ത് പിടിക്കും. ഇപ്പൊ 6 പേരാണ് മേശയിൽ ഇരിക്കണ, നടുക്ക് ഭക്ഷണം ഉണ്ടെങ്കിൽ ഈ 6 പേരും ഇങ്ങനെ കയ്യും കൂട്ടിപ്പിടിച്ചിട്ട് അവരെ പ്രാർത്ഥനകളെല്ലാം ചൊല്ലി ദൈവത്തിന് നന്ദിയും പറഞ്ഞിട്ടാ കഴിക്കുക. ഇതൊക്കെ നല്ല ആചാരമാണ്. ഇപ്പൊ നമ്മൾ അങ്ങനെയല്ല. നമ്മുടെ പ്ലേറ്റിൽ നിന്നും കഴിക്കും, അപ്പുറത്തുള്ളവൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവന്റെ പ്ലേറ്റിൽ ഉള്ളത് എടുത്ത് കഴിക്കും, പിന്നെ 2 എണ്ണം വേണമെങ്കിൽ ഒളിപ്പിച്ച് വെക്കുകയും ചെയ്യും, അല്ലേ? അപ്പൊ എന്ത് ചെയ്യുമ്പോഴും ഭഗവാനെ ഓർത്ത് തന്നെ ചെയ്യണം. അടുത്തത്, ആപതി സമ്പതി ചാകില സമയേ ശ്രീപതി പദമൻ ചിന്തയ ഹൃദയേ. ആപതി സമ്പതി ചാകില സമയേ ശ്രീപതി പദമൻ ചിന്തയ ഹൃദയേ. അപ്പൊ ഇത് കഴിഞ്ഞ കുന്തി ക്ലാസ്സിലും നമ്മൾ പറഞ്ഞു, ആപതി സമ്പത്തി, ആപത്ത് സമ്പത്ത്, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ്. ആപത്ത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പുമില്ലാതെ നമ്മള് വളരെ ഇഷ്ടപ്പെട്ട് വിലപിടിപ്പുള്ള, നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ജീവനോ ഒരു വസ്തുവോ ഒരു മുന്നറിയിപ്പുമില്ലാതെ കയ്യിൽ നിന്ന് പറിച്ചെടുക്കുക. ഹൃദയം പൊട്ടിപ്പോകും. അതിനെ ആപത്ത് എന്ന് പറയാം. സമ്പത്ത് എന്ന് പറയുമ്പോൾ ഇത് എൻ്റെ കൈവിട്ട് ഒരിക്കലും, ആപത്തിന്റെ ഓപ്പോസിറ്റാണ് സമ്പത്ത്. അപ്പോ നാട്ടിൽ സമ്പത്ത് കുമാർ എന്നൊക്കെ പേര് വെക്കാറുണ്ട്. ഇത് ഒരിക്കലും എൻ്റെ കൈവിട്ട് പോവുകയില്ല എന്ന് ഉറപ്പ് പറയുന്ന ഒരു സാധനത്തിനെ സമ്പത്ത് എന്ന് പറയാൻ പറ്റും. സാധാരണ നമ്മൾ ഒരാളെടുത്ത് ചോദിക്കുകയാണ് എന്താ സമ്പത്തുള്ളതെന്ന് പറഞ്ഞാൽ അവരെന്ത് പറയും? എനിക്ക് 5 സെന്റിൽ ഭൂമിയുണ്ട്, വീടുണ്ട്, കാറുണ്ട്, ഇതേ പറയുള്ളൂ. പക്ഷെ അതൊന്നും സമ്പത്തല്ല. ഒരിക്കലും കൈവിട്ട് പോകാത്ത ഒരു വസ്തുത, അതിനെ ആ സമ്പത്ത് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും? കുടുംബാംഗങ്ങളെ പറയാൻ പറ്റില്ല സമ്പത്ത് എന്ന്.
ഒരു സാധനത്തിനെയും സമ്പത്ത് എന്ന് പറയാം, നമ്മുടെ പണത്തിനെയോ ഒന്നിനെയും സമ്പത്ത് എന്ന് പറയാൻ പറ്റില്ല. കാരണം തീർച്ചയായിട്ടും ഒരു ദിവസം അത് കൈവിട്ടു പോകും. അപ്പോ ആപത്തി സമ്പത്തി ച അഖില സമയേ, ആപത്ത് സമയത്തും ഇല്ല സമ്പത്ത് നേടിയ സമയത്തും, ച അഖില സമയേ, എല്ലാ നേരത്തും എല്ലാ അവസ്ഥയിലും എന്ത് ചെയ്യണം? ശ്രീപതി പദമൻ ശ്രീപതി പദമൻ ചിന്തയ ഹൃദയേ. ശ്രീപതി എന്ന് വെച്ചാൽ ലക്ഷ്മിപതി. ഭഗവാന്റെ പാദത്തിനെ സദാ ആപത്ത് കാലത്തും ശരി സമ്പത്ത് കാലത്തും ശരി ഭഗവാന്റെ തൃപ്പാദങ്ങളെ സദാസമയവും ഓർക്കുക എന്നുള്ളതാണ്. അതായത് ഞാൻ രാവിലെ ആ ഒരു ഉദാഹരണവും പറഞ്ഞു. ഇന്ന് ഭാരതത്തിൽ തന്നെ വളരെ ധനാഢ്യ കുടുംബം ആണ് ഈ അംബാനി കുടുംബം. എല്ലാവർക്കും അറിയാം, കോടാനുകോടി വസ്തുക്കളും പണവും. അവരുടെ മുത്തശ്ശി ഗുജറാത്തിൽ ജാംനഗറിലാ അവരുടെ വീട്. അവരുടെ മുത്തശ്ശി, മുതുമുത്തശ്ശി, കോടിക്കണക്കിന് മക്കൾക്ക് പണമുണ്ട്. പക്ഷേ വയസ്സായ കാലത്ത് അവർക്ക് അൽസൈമസ് ബാധിച്ചു, ഓർമ്മ നഷ്ടപ്പെട്ട് എത്രയോ അസിസ്റ്റന്റ് നഴ്സുമാരെയൊക്കെ ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി വെച്ചിരിക്കുക. പക്ഷെ ഇവർക്ക് ഞാൻ അംബാനിയുടെ അമ്മയാണെന്നോ, എനിക്ക് കോടിക്കണക്കിന് വസ്തു ഉണ്ടെന്നോ, ഞാൻ വലിയ ധനാഢ്യ കുടുംബത്തിലുള്ള സ്ത്രീയാണെന്നോ എല്ലാ ഓർമ്മയും നഷ്ടപ്പെട്ടു. മക്കൾ ആരാ? മുന്നിൽ ഒരു പാത്രത്തിൽ ഭക്ഷണം വെച്ചാൽ പോലും ഇത് കഴിക്കാനുള്ള വസ്തുവാണെന്ന് പോലും അവർക്ക് തിരിച്ചറിവ് ഇല്ലാത്തൊരു സമയമായി. അപ്പൊ ആലോചിച്ച് നോക്കും. ഇതെല്ലാം ഉണ്ടായിട്ടും അവസാന കാലത്ത് സ്മരണ നഷ്ടപ്പെട്ടാലോ ഓർമ്മപ്പിശ കൊണ്ട് നമ്മൾ കാണാറുണ്ട്. നമ്മുടെ കുടുംബത്തിൽ തന്നെ ചിലപ്പം വയസ്സായി വരുമ്പോൾ അവർക്ക് ബോധം നഷ്ടപ്പെടും, കിടന്ന കിടക്കയിലാകും. അതൊക്കെ വല്ലാത്തൊരു ദയനീയ അവസ്ഥയാണ്, ഓർമ്മ നഷ്ടപ്പെടുക എന്ന് പറയുന്നത്. പ്രഭുപാദർ തൻ്റെ വയസ്സായി വന്ന് കുറച്ചു കാലം ചില മാസങ്ങൾ വളരെ ക്ഷീണിതനായിരുന്നു. അപ്പോൾ എത്രയോ ശിഷ്യന്മാർ പറഞ്ഞു പ്രഭുപാദരെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം. പ്രഭുപാദർ അതൊന്നിനും സമ്മതിച്ചില്ല. കാരണം എനിക്ക് മരണം വരെയും ശരീരത്തിൽ നിന്ന് ജീവൻ വിടിയുന്നത് വരെയും പൂർണ്ണമായ ബോധമുണ്ടായിരിക്കണം എന്നൊരു വാശി പ്രഭുപാദർക്കും. അത് വലിയതാണ്. കാരണം നമ്മൾ ചുറ്റിയും കാണാറുണ്ട്, ചില സമയം ചില ആൾക്കാർക്കൊക്കെ ക്യാൻസർ ബാധിക്കാറുണ്ട്. അവരെ കൊണ്ടുപോയിട്ട് കീമോതെറാപ്പി ഒക്കെ ചെയ്യാറുണ്ട്. കീമോതെറാപ്പി ചെയ്യുന്നതിൽ ചില ചെറിയ ശതമാനം ആൾക്കാർ രക്ഷപ്പെടും. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് ക്യാൻസറിലൊക്കെ കീമോ ചെയ്താൽ രക്ഷപ്പെടും. തേർഡും ഫോർത്ത് സ്റ്റേജിലൊക്കെ ചിലരൊക്കെ കീമോ ചെയ്യാറുണ്ട്. കീമോ ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തി ഒരു വെജിറ്റബിൾ ആയിട്ട് മാറും. ശരീരത്തിൽ ശ്വാസവും പ്രാണനും ഉണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓർമ്മ നഷ്ടപ്പെടും, ബോധം നഷ്ടപ്പെടും. അത് വളരെ ദയനീയ ഒരു അവസ്ഥയാണ്. അപ്പോ അവസാന കാലത്ത് ഓർമ്മയുണ്ടാകുന്നത് ഒരു ഭാഗ്യം. ഓർമ്മയുണ്ടെങ്കിൽ മാത്രം പോരാ, ഭഗവാനെ സ്മരിക്കുന്നത്. അതാണ് ഈ വരി. ആപതി സമ്പതി ചാകില സമയേ ശ്രീപതി പദമൻ ചിന്തയ ഹൃദയേ. അടുത്ത പദ്യം. ജനി മൃത്യുരോഗരസായനഭൂതം സനകമുഖാകില സന്മുനിഗീതം. ജനി മൃത്യു രോഗ രസായനഭൂതം. ജനി ജനനം, മൃത്യു മരണം, രോഗം അസുഖം, വാർദ്ധക്യം ഇതിന് ഭൂതം. ഇതിനുള്ള ഒരേ ഒരു രസായനം, മരുന്ന് എന്ന് പറയുന്നത് ഭഗവാന്റെ നാമം. ഈ ശ്ലോകവും ഭാഗവതത്തിലുണ്ട്, ഭഗവത്ഗീതയിലുണ്ട്. ജന്മമൃത്യു ജരാവ്യാധി ദുഃഖദോഷാനുദർശനം. രോഗം ദുഃഖമാണ്, മരണം ദുഃഖമാണ്, പിന്നെ ജനനവും ദുഃഖമാണെന്ന് പറയുന്നത്. അതാണ് അത്ഭുതം. മരണം ദുഃഖമാണെന്ന് എല്ലാവർക്കും അറിയാം, വാർദ്ധക്യകാലവും ദുഃഖമാണെന്ന് എല്ലാവർക്കും അറിയാം, രോഗവും ദുഃഖമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ നമുക്ക് ജനനം ദുഃഖമാണെന്ന് ആർക്കും അറിയില്ല. കാരണം നമ്മൾ ആരെങ്കിലും കുട്ടി ജനിച്ചാൽ നമ്മൾ എന്താ പറയാ, ഹാപ്പി ബർത്ത്ഡേ. ആരെങ്കിലും പോയി കരഞ്ഞിട്ട് അയ്യോ പാവം ജനിച്ചു എന്നാരെങ്കിലും കരയും? നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനനം സന്തോഷകരമായ ഒരു കാര്യമാണ്.
അതുകൊണ്ട് ഫസ്റ്റ് ബർത്ത്ഡേ, സെക്കൻഡ് ബർത്ത്ഡേ അത്രയും പോയിട്ട് ഇപ്പൊ 60 വയസ്സ് കിളവന്മാര് വരെ ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ട്. ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ നമ്മുടെ സങ്കല്പത്തില് ജനനം സുഖകരമായ കാര്യമാണ്. എന്നാൽ പുരാണങ്ങളില് അല്ലെങ്കിൽ ആചാര്യ വീക്ഷണത്തിൽ ജനനവും ഒരു ദോഷമാണ്. കാരണം ഈ ഭൂമിയിൽ ജനിക്കുക, മരിക്കുക, അല്ലേ, അത് സൂചിപ്പിക്കുന്നതാണ്. ഒരു കുട്ടി ജനിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് ജനിക്കുന്നു, പ്രസവിക്കുന്ന അമ്മയും വേദന കൊണ്ട് കരയുന്നു, ഇല്ലേ? സന്തോഷമായ കാര്യമാണെങ്കിൽ അമ്മ ചിരിച്ചുകൊണ്ട് പ്രസവിക്കണം, കുട്ടിയും ചിരിച്ചുകൊണ്ട് പുറത്തു വരണം. രണ്ടും കരച്ചല, കാരണം ദുഃഖമാണ്. ശാശ്വതമായ ഭഗവത് പദത്തിലുണ്ടായിരുന്ന നമ്മുടെ ശാശ്വതമായ ജീവിതത്തിനെ മറന്ന് ഭൂമിയിൽ വന്ന് ജനിക്കുന്നത് കൊണ്ട് അതൊരു ദുഃഖമാണ്. അപ്പൊ അതാണ് ഇവിടെ കവി പാടുന്നത്. ജനി മൃത്യുരോഗരസായനഭൂതം. ഈ 4 രക്ഷപ്പെടാനുള്ള ഒരേ ഒരു രസായനം, മരുന്ന്, ഹരിനാമം മാത്രം. ഇതേ വരി കുലശേഖര ആൾവാർ വേറെ ഒരു രൂപത്തിൽ പാടിയിട്ടുണ്ട്. സതസന്ധി ജർജരം മൂഢാ ദുർമതേ കിം രസായണം പിബാ. മുകുന്ദമാലയിൽ പാടിയിട്ടുണ്ട്. സതസന്ധി ജർജരം. നമ്മുടെ ശരീരത്തില് സയൻസ് അനുസരിച്ച് 100 ജോയിന്റ്സ് ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ 100 മുട്ടുകൾ, ജോയിന്റുകൾ ഉണ്ട്. എല്ലാം മൊത്തം 100 എണ്ണുണ്ട്. സതസന്ധി ജർജരം കിം മൂഢ. അപ്പൊ ഈ മുട്ടൊക്കെ വേദന വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ഓടി ചെന്ന് മരുന്ന് പുരട്ടും, മരുന്ന് കഴിക്കും. പക്ഷെ കുലശേഖര ആൾവാർ പാടുകയാണ്, ഇത് നമ്മളെ രക്ഷിക്കില്ല. ഈ മരുന്ന് മരണത്തിനെ കുറച്ച് നീക്കി വെക്കും. പക്ഷെ മരണത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള മരുന്ന് ഇന്ന് വരെ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. കിം മൂഢാ ദുർമതേ മടയാ വിഡ്ഢി. കുലശേഖര ആൾവാർ മുകുന്ദമാല സ്തോത്രത്തിൽ പാടിയതാ. ഹേ വിഡ്ഢി, മൂഢാ, കിം രസായനം പിബ. നീ എന്തിനാ മരുന്ന് കഴിക്കണേ? നാമജപമാണ് ഏറ്റവും വലിയ മരുന്ന്. കാരണം അത് നിന്നെ പുനർജന്മത്തിലിരുന്ന് തന്നെ രക്ഷിക്കും. അപ്പോ ജനി മൃത്യുരോഗരസായനഭൂതം സനകമുഖാകില സന്മുനിഗീതം. ഇത് ഞാൻ മാത്രമല്ല പറയുന്നത്, സനകന്മാർ, കുമാരന്മാർ, അഖില ഋഷിമാർ. ഞാൻ മാത്രല്ല, ഇത് ഞാനായിട്ട് പറയുന്ന കാര്യമല്ല. എനിക്ക് മുമ്പേ കുമാരന്മാരും ഋഷിയും നാരദ മഹർഷിയും എല്ലാവരും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ശാസ്ത്രത്തിൽ എപ്പോഴും റെഫറൻസ് കൊടുക്കണം. പലപ്പോഴും നമ്മളടുത്ത് ആൾക്കാർ വന്ന് തർക്കിക്കാറുണ്ട്. ദൈവമുണ്ടോ എന്നാ തെളിയിക്കൂ, റെഫറൻസ് ചോദിക്കും. ഒരിക്കൽ പ്രഭുപാദർ പറഞ്ഞു, ഞാൻ തെളിയിക്കാം, എനിക്ക് റെഫറൻസ് ഉണ്ട്, നീ ദൈവമില്ലെന്ന് ആദ്യം തെളിയിക്കൂ എന്ന് പറഞ്ഞു. അയാൾ ഒന്ന് സ്തംഭിച്ചു പോയി. കാരണം ഇങ്ങനെ ഒരു കൗണ്ടർ ക്വസ്റ്റ്യൻ ആ പത്രപ്രവർത്തകൻ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. സാധാരണ എല്ലാവരും ഈശ്വര വിശ്വാസികളുടെ അടുത്ത് പോയിട്ട് ദൈവം ഉണ്ടോ തെളിയിക്കൂ എന്നൊക്കെ പറയും. പക്ഷെ പ്രഭുപാദർ നേരെ തിരിച്ചു പറഞ്ഞു, ദൈവമില്ലെന്ന് നീ ആദ്യം തെളിയിക്ക് നോക്കട്ടെ. അപ്പൊ അദ്ദേഹം ഒന്ന് സ്തംഭിച്ചു. കാരണം ഇങ്ങനെ ഒരു ചോദ്യം അദ്ദേഹം പ്രതീക്ഷിച്ചില്ല. അപ്പോ റെഫറൻസ് കൊടുക്കുന്നത് ആധികാരികം. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ കൃഷ്ണ ഭഗവാൻ പറയുന്നത്, അർജുന, ഇത് ഞാൻ മാത്രം പറയുന്നതല്ല. അസിതോ ദേവലോ വ്യാസ. വ്യാസനും ദേവല ഋഷിയും അസിത മഹർഷിയും ജനകനും നാരദനും ഇവരെല്ലാം പറഞ്ഞ കാര്യമാണ് ഞാൻ പറയും. ഭഗവാൻ തന്നെ അവിടെ ഒരു റെഫറൻസ് കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ ഗ്രന്ഥകർത്താവ് എന്ത് പറയുന്നു? ഞാൻ മാത്രം പറയുന്ന കാര്യമല്ല, സനകമുഖാകില സന്മുനിഗീതം. സനകനെ പോലെ ഉള്ള അനേകം ഋഷിമാര് മുനിമാർ പാടിയിട്ടുള്ളതാണ്. ഇത് ഞാൻ മാത്രം പറയുന്നതല്ല എന്നവിടെ തെളിയിക്കും. ശരിയാണ്. ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തില് കീർത്തിത എന്നൊരു ഒരു 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 ഭക്തയുണ്ടായിരുന്നു. 80കളിൽ ഉള്ള ആ കാലഘട്ടത്തുള്ള ഭക്ത. ഇവര് സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. അങ്ങനെ അവർക്ക് 4ാമത്തെ സ്റ്റേജ് ക്യാൻസർ ബാധിച്ചു. ഇനിയും 3 മാസം മാത്രമേ ജീവിതമുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരെ കുറിച്ച് നിങ്ങൾക്ക് നെറ്റിൽ നോക്കിയാലൊക്കെ കിട്ടും. ആശുപത്രികൾ ഉപേക്ഷിച്ചു.
അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, എണീക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, ഓർമ്മപ്പിശകായി കഴിഞ്ഞു, ക്യാൻസർ മൂർധന്യ അവസ്ഥയിൽ ബാധിച്ചു. അപ്പൊ ഭക്തരൊക്കെ പറഞ്ഞു ഇനി ചില മാസങ്ങളെ ഇവർക്ക് ജീവനുള്ളൂ, അതുകൊണ്ട് ഇവരെ വൃന്ദാവനത്തിൽ കൊണ്ടുപോകാം. അവിടെ ഭഗവാന്റെ മണ്ണല്ലേ, അവിടെ നാമജപം കേട്ടും പ്രസാദം കണ്ടും കഴിച്ചും ദർശനത്തും അവസാന നേരത്തിൽ ഇവർക്ക് ഭഗവത് സ്മരണയിൽ തിരിച്ചു പോകാൻ പറ്റും. അങ്ങനെ അവർ വൃന്ദാവനത്തിൽ വന്നു. ദിവസവും കിടന്ന കിടപ്പിൽ തന്നെ നാമജപം തുടങ്ങി. ഇതൊരു വലിയ കഥയാണ്, ഞാൻ ചെറുതായിട്ട് പറയാം. അത്ഭുതം. 3 മാസം എല്ലാ പ്രസിദ്ധരായ വൈദ്യന്മാരും നാള് കുറിച്ച് ഇവർ 3 മാസത്തിൽ ശരീരം ഉപേക്ഷിക്കും. പക്ഷെ വൃന്ദാവനത്തിൽ വന്നപ്പോ എന്തായി, 3 മാസം കൊണ്ട് ഇവർ അസുഖം മാറി. പിന്നെ ഡോക്ടേഴ്സ് ഡയഗ്നൈസ് ചെയ്യുമ്പോൾ ഇവർക്ക് ആ അസുഖം ഉണ്ടായതിന്റെ യാതൊരു ലക്ഷണവും ഇല്ല. അത് കഴിഞ്ഞ് അവർ ഇറങ്ങി അമ്പലത്തിൽ സേവ ചെയ്യാൻ തുടങ്ങി, പ്രചരണം ചെയ്യാൻ, കീർത്തനത്തിൽ തുള്ളിച്ചാടാൻ തുടങ്ങി. അപ്പൊ അവരെ ഗുരുദേവൻ പറഞ്ഞു, എന്നാൽ തിരിച്ചു പോയി, ഇവിടെ കുറെ സേവനങ്ങൾ ബാക്കിയുണ്ട്. പിന്നെ അവർ അനേകം കാലം ജീവിച്ചിരുന്നു ആരോഗ്യത്തോടെ. അതായത് ഭഗവാൻ വിചാരിച്ചാല് എല്ലാം ഒരു നിമിഷ നേരം. അതല്ലേ പൂന്താനം പാടിയത്, 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റി. രണ്ടും ഭഗവാനെ കൊണ്ട് സാധിക്കും. ആ വരിയാണ് ഇപ്പൊ നമ്മളിത് ഇവിടെ നോക്കിയത്. ജനി മൃത്യുരോഗരസായന ഭൂതം സനകമുഖാകില സന്മുനി ഗീതം. ഇത് പറയുമ്പോഴാണ് എനിക്ക് പണ്ടൊരിക്കലും ഗുരുവായൂരിൽ നടന്ന ഒരു കഥ ഓർമ്മയിൽ വരുന്നത്. ഒരു വയസ്സായ ആളുണ്ടായിരുന്നു. ആള് വീൽ ചെയറിലൊക്കെയാ. അവസാനമായപ്പോ പുള്ളി വീൽ ചെയറിൽ. ഇത് നടന്ന ഒരു കഥയാണ്. ഗുരുവായൂരില് മറ്റേ അവരുടെ ഒരു മാസികയിലും ഈ ഒരു അനുഭവം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഭക്തപ്രിയ മാസികയിൽ, പഴയ മാസികയിൽ കിട്ടും. വീൽ ചെയറിലാണ് ഇദ്ദേഹം ഒരിക്കൽ ഗുരുവായൂരപ്പനെ തൊഴാൻ വന്നത്. വലിയ വിഷമമാണ്. സ്ഥിരമായിട്ട് ഗുരുവായൂരിൽ വരുന്ന ഒരാളാണ്. പക്ഷെ വയസ്സായി, ആരോഗ്യം നഷ്ടപ്പെട്ടു, മുട്ടുവേദനയായി. അതായത് 2 മുട്ടും റീപ്ലേസ് ചെയ്യണം, ആർത്രൈറ്റിസ് ബാധിച്ചു എന്ന് ഡോക്ടർ പറഞ്ഞു വിട്ടതാണ്. അങ്ങനെ അദ്ദേഹം ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് കരച്ചലോട് കരച്ചൽ, എനിക്കിനി പണ്ടത്തെ പോലെ നടന്നു വന്ന് ഗുരുവായൂരപ്പനെ തൊഴാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അന്ന് വല്ലാത്ത തിരക്കും ഉന്തും തള്ളും. ഇദ്ദേഹം വീൽ ചെയറിൽ, ഇദ്ദേഹത്തിൻ്റെ കൂടെ പുറകെ 1-2 പേര് ഇദ്ദേഹത്തിൻ്റെ കൂടെ വന്നവരുണ്ട്. പക്ഷേ അന്ന് എന്തോ സംഭവിച്ച് നിയന്ത്രണം തെറ്റി. തിരക്ക് ഭയങ്കര ഉന്തും തള്ളുമായി. ഇദ്ദേഹം ചെയറിലിരുന്ന് അങ്ങോട്ട് വീണു. അപ്പൊ കുടുംബക്കാരെല്ലാം അയ്യോ എന്നൊക്കെ നിലവിളിക്കുന്നു. ഇദ്ദേഹം പക്ഷെ ഇദ്ദേഹം വീണിട്ട് ഇദ്ദേഹം അറിയാതെ സ്വയം, നമുക്ക് ശരീരത്തിൽ ഒരു റിഫ്ലക്സ് ഉണ്ട്. ഇപ്പൊ നമ്മളെ ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് ഒന്ന് തട്ടാനോ ഇടിക്കാനോ വന്നാൽ നമ്മൾ അറിയാതെ നമ്മുടെ കൈയെടുത്ത് തടുക്കും. ഒരു റിഫ്ലക്സ് ഉണ്ട്. അതായത് ഇപ്പോൾ ഞാനൊരു സാധനം പെട്ടെന്ന് ഒരാളുടെ മീതെ എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അയാളുടെ മനസ്സ് ചിന്തിക്കില്ല, ഓക്കെ ഇദ്ദേഹം എന്നെ നോക്കി ബോൾ എറിയാണ്, അപ്പൊ ഞാൻ അത് തടുക്കണം, പിടിക്കണം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടല്ല ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കലി ശരീരത്തിൽ ഒരു റിഫ്ലക്സ് വരും, നമ്മൾ അറിയാതെ. ഇതെല്ലാം അതിസുന്ദരമായ സൃഷ്ടിയുടെ ഡിസൈനിങ് ആണ്. ഭഗവാൻ ഈ ശരീരം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വെറും നമ്മുടെ ശരീരത്തിനെ മാത്രം നമ്മൾ ആഴത്തിൽ നോക്കിയാൽ മതി, ദൈവമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കും. അകത്ത് ചൂടുണ്ട്, അകത്ത് വെള്ളമുണ്ട്, കാറ്റുണ്ട്, ഭക്ഷണം താഴെ പോകുന്നു, ചോര മേലോട്ട് പോകുന്നു. ഈ ചോരയെല്ലാം ഹൃദയത്തിൽ പോയി അവിടെ പ്യൂരിഫൈ ആകുന്ന ഒരു ഫാക്ടറി പോലെ അല്ലേ. ഫാക്ടറിയിൽ വെള്ളം വരുന്നു, വെള്ളം ഉപയോഗിക്കുന്നു, ആ വെള്ളം പുറത്ത് അഴുക്ക് വെള്ളമായി വരുന്നു, ആ അഴുക്ക് വെള്ളം വീണ്ടും മെഷീൻ വെച്ച് ശുദ്ധീകരിക്കുന്നു, തിരിച്ചു വിടുന്നു, ചോര ഫുൾ ശരീരത്തിൽ ഒഴുകുന്നു, ചീത്തയാകുന്നു, വീണ്ടും മേലോട്ട് ഹൃദയത്തിൽ വരുന്നു, ഹൃദയത്തിൽ വന്ന് ക്ലീൻ ആവുന്നു, വീണ്ടും താഴോട്ട് പോകുന്നു. ഇത് 1 ദിവസം 2 ദിവസം അല്ല. ഞാൻ 80 വർഷം ജീവിച്ചെങ്കിൽ 80 വർഷം ഈ പരിപാടിയൊക്കെ നടക്കുക. അത്ഭുതകരമായ ഒരു മെഷീനാണ്. ഒരു എല്ല് പൊട്ടിയാൽ മതി, ലക്ഷങ്ങൾ ചെലവാക്കി മാസക്കണക്കിൽ ആശുപത്രിയിൽ കിടക്കണം. അപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ വിലയൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇദ്ദേഹം ഈ വീൽ ചെയറിൽ നിന്ന് പെട്ടെന്ന് വീണു. ഞാൻ വീൽ ചെയറിലുള്ള ആളാണെന്ന് ചിന്തിക്കാതെ അദ്ദേഹം ടക്കെന്നൊന്ന് എണീറ്റ് നിന്നു. എല്ലാവരും അത്ഭുതചകിതരായി. 10-12 കൊല്ലം വീൽ ചെയറിലായ ഒരു മനുഷ്യൻ 1 സെക്കൻഡ്, ഇത്
പഴയ ഗുരുവായൂർ ഭക്തപ്രിയ മാസികയിൽ പ്രിന്റ് ചെയ്ത ഒരു കഥയാണ്. പിന്നെ അദ്ദേഹത്തിന് വീൽ ചെയറിന്റെ ആവശ്യം വന്നില്ല. അതാണ് ഇവിടെ ജനിമൃത്യുരോഗരസായനഭൂതം ശനകമുഖാകില സന്മുനിഗീതം. അടുത്തത് ലാസ്റ്റ് വരി. ശ്രീരാമാച്യുത ശ്രീരമണീതി നാരായണ പത്മനാഭേതി ജയേതി. അവസാനം അദ്ദേഹം ഭഗവാന് ജയഘോഷം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ശ്രീരാമാച്യുത രമണ നാരായണ പത്മനാഭ ഇതി ജയതി. എല്ലാവർക്കും വിജയമുണ്ടാകട്ടെ അല്ലേ. നമ്മളും അമ്പലത്തിലൊക്കെ പോയാൽ ആരതിയും ദീപാരാധന എല്ലാം കഴിഞ്ഞാൽ അവസാനം നമ്മൾ എന്താ പറയാ? കൃഷ്ണ ഭഗവാൻ കി ജയ്, പ്രഭുപാദ് കി ജയ്. അവർക്ക് എല്ലാ നന്മകളും വിജയമുണ്ടാകട്ടെ എന്ന് സ്തുതിച്ചാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. അതേപോലെ അപ്പൊ ഈ മുഴുവൻ കൃതിയും ഭഗവാന്റെ ഹരിനാമം അല്ലെങ്കിൽ ഭഗവാന്റെ നാമത്തിന്റെ പ്രാധാന്യം വിശദീകരിക്കുന്ന അതിസുന്ദരമായ ഒരിതാണ്. അപ്പൊ ഇതിന്ന് ചർച്ച ചെയ്യാൻ കാരണം ഇതെല്ലാം നമ്മൾ നാളെ മുതൽ ജപിക്കുമ്പോൾ മനസ്സിൽ ഓർമ്മ വരികയും നമ്മുടെ ജപം ഒരിക്കൽ കൂടെ നന്നാക്കാൻ അല്ലെങ്കിൽ ഒരു പടി കൂടെ ഉയർത്താൻ സാധിക്കും എന്ന് ഈ ഏകാദശി ദിവസത്തിൽ പ്രാർത്ഥിച്ച് ഈ ഒരു സത്സംഗം ഇവിടെ നിർത്തുന്നു. ഹരേ കൃഷ്ണ. നന്ദി, നമസ്കാരം. ഓക്കെ, ഹരേ കൃഷ്ണ.